എം.ആർ. അജിത് കുമാറിനെതിരായ നടപടി ഒഴിവാക്കിയത് ഡിജിപി നൽകിയ റിപ്പോർട്ടിലെ ഗുരുതര പരാമർശം അവഗണിച്ച്. ആർഎസ്എസ് കൂടിക്കാഴ്ചയിൽ ഗുരുതര പരാമർശങ്ങൾ ഡിജിപിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി. ഡിജിപിയുടെ അഭിപ്രായവും തേടിയില്ല. ഡിജിപി പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും ഡിജിപിയുടെ റിപ്പോർട്ടിലുണ്ട്. അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിൽ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയായി നിയമിക്കപ്പെട്ട മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് ഒഴിയില്ല. എഡിജിപി എം.ആർ. അജിത് കുമാറിനെ സ്ഥലം മാറ്റിയെങ്കിലും ആ നടപടിയും വിവാദത്തിലാവുകയാണ്. എഡിജിപിക്ക് പരമാവധി ക്ഷീണം ഉണ്ടാകാതിരിക്കുക, അതിനുവേണ്ടിയുള്ള നീക്കമാണ് സർക്കാർ നടക്കുന്നത്. മുഖ്യമന്ത്രി ആ നിലയിൽ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും ഡിജിപിയുടെ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ, അത് RSS നേതാക്കളെ കണ്ടത് എന്തിന് എന്ന ചോദ്യം, കൃത്യമായ ഉത്തരം എഡിജിപിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി ആകുന്നതിന് വേണ്ടിയുള്ള നീക്കം അങ്ങനെ പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. രാഷ്ട്രപതിയുടെ മെഡൽ നേടുക എന്ന ഉദ്ദേശം, അങ്ങനെ വിമർശനങ്ങളും ആരോപണങ്ങളും നേരത്തെ ഉയർന്നു വന്നതാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ഡിജിപിയുടെ റിപ്പോർട്ട്. എന്നാൽ ഈ ഗുരുതര പരാമർശങ്ങൾ പരിഗണിക്കാതെയോ ഡിജിപിയുമായി കാര്യമായ കൂടിയാലോചനകൾ അക്കാര്യത്തിൽ നടത്താതെയോ സ്ഥലം മാറ്റത്തിലേക്ക് മാത്രം ഒതുക്കി എന്ന വിമർശനം. മാത്രമല്ല, സാധാരണ നിലയിൽ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇറങ്ങുന്ന ഉത്തരവിൽ എന്തുകൊണ്ടാണ് സ്ഥലം മാറ്റുന്നത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നത്, മറ്റേതെങ്കിലും നടപടിയാണെങ്കിൽ അക്കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഉത്തരവിൽ വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം എഡിജിപിയെ ബറ്റാലിയൻ ചുമതലയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന കാര്യം വിശദീകരിക്കുന്നില്ല. മനോജ് എബ്രഹാമിനെ ലോ ആൻഡ് ഓർഡർ എഡിജിപി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് ആ ഉത്തരവിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം എന്നത് വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, സ്ഥലം മാറ്റം ഒരു നടപടിയായി പരിഗണിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എഡിജിപിയെ കൂടുതൽ സംരക്ഷിച്ചു നിർത്തുന്നു. പരമാവധി ക്ഷതമുണ്ടാകാത്ത തരത്തിൽ എഡിജിപിയെ സംരക്ഷിക്കുക, അങ്ങനെ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊന്ന്, മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് തലപ്പത്ത് നിന്ന് മാറില്ല. പ്രധാനമായും നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. പ്രധാന വിവരങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് സമാഹരിക്കുന്നത് ഇന്റലിജൻസിലൂടെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ആ ചുമതലയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിയമസഭയിൽ അത് സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരായ പരാതിയിലെ ത്രിതല അന്വേഷണത്തിൽ വിശദമായ വിവരങ്ങൾ പുറത്തുവരുമെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുകയാണ്. പരിശോധന പൂർണ്ണമായി കഴിയുമ്പോൾ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ വൈകിയോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇത് ശിക്ഷണ നടപടിയായി തന്നെ കാണേണ്ടി വരും. വിഷയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് നടപടി. പൂരം അലങ്കോലപ്പെട്ടതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ത്രിതല അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.